ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ബുള്ളിഷ് എഫ് ഇ ജിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എഫ് ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പുള്ള എഫ് ഇ ജിസ് ഉണ്ട്. ബുള്ളിഷ് എഫ് ഇ ജി ഉണ്ട്, ബിയറിഷ് എഫ് ഇ ജി ഉണ്ട്. അതിൽ ബുള്ളിഷ് എഫ് ഇ ജി അങ്ങനെയാണ്, ബുള്ളിഷ് എഫ് ഇ ജി ആണ് അങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മൈക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മൈക്കിൻ്റെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് നോക്കാൻ പോണത് ബിയറിഷ് എഫ് ഇ ജി. ബിയറിഷ് എഫ് ഇ ജി എന്ന് പറഞ്ഞാലും ബുള്ളിഷ് എഫ് ഇ ജി എന്ന് പറഞ്ഞാലും ഏകദേശം കോൺസെപ്റ്റ് രണ്ടിൻ്റെ ഒരേതാണ്. അപ്പോൾ ബുള്ളിഷ് എഫ് ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ബുള്ളിഷ് എഫ് ഇ ജി. ഉണ്ടാവുന്ന ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ബുള്ളിഷ് എഫ് ഇ ജി എന്ന് പറയാം. ബിയറിഷ് എഫ് ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് ഓർ എഫ് ഇ ജിനെയാണ് ബിയറിഷ് എഫ് ഇ ജി എന്ന് പറയാം. ഇതാണ് നമ്മളെ ബേസിക്കായിട്ട് 3 ക്യാൻഡിൽ ഫോർമേഷനാണ്. നമ്മുടെ എഫ് ഇ ജി എന്താവണമെങ്കിൽ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ വേണം. ഇതിൽ നമ്മൾ എഫ് ഇ ജി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽസിലെ ഈ ഒരു ഭാഗം ഫില്ലഡ് ആണ്, ഈ ഒരു ഭാഗവും ഫില്ലഡ് ആണ്. ഇതിൽ ഫില്ലല്ലാത്ത ഭാഗം ഏത് ഭാഗത്തിലാണ്? വേറെ ക്യാൻഡിൽസ് ഓവർലാപ്പ് ചെയ്യാത്ത ഭാഗം, അതിനാണ് ഇംബാലൻസ് എന്ന് പറയാം. ഈ ക്യാൻഡിലിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യാത്ത ഭാഗം ഈ ഒരു ഭാഗം. മനസ്സിലായോ? ഈ ഒരു ഭാഗമാണ് ഓവർലാപ്പ് ചെയ്യാത്തത്. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിൽ നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇതാണ് എഫ് ഇ ജി. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാത്ത ഭാഗം, ഈ ഭാഗം ബാലൻസ്ഡാണ്. കണ്ടോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം ബാലൻസ്ഡാണ്. തേർഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം ബാലൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള സെക്കൻഡ് ക്യാൻഡിലിൽ ഇത്രയും ഭാഗമാണ് നമുക്ക് ബാലൻസ് ആവാൻ ബാക്കിയുള്ളത്. ഇതാണ് ഇംബാലൻസ് എന്ന് പറയാം. അതാണ് നമ്മുടെ ബിയറിഷ് എഫ് ഇ ജി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഡൗൺ ക്ലോസ് മൂവ്മെൻറ്റ് വരുമ്പോൾ, ഡൗണിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ അവിടെ ഉണ്ടാവണ ഒരു ഇംബാലൻസ് ഓർ ഫെയർ വാല്യൂ ഗ്യാപ്പിനെയാണ് നമുക്ക് ബിയറിഷ് എഫ് ഇ ജി എന്ന് പറയാം. ഇത് നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. മാർക്കറ്റിൽ എങ്ങനെ ഈ സാധനം റിയൽ മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് എല്ലാ ബിയറിഷ് എഫ് ഇ ജിയിലും കൊണ്ടുപോയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് എൻട്രി വരിക എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൽ ഒരു ഡയഗ്രാം പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വിങ് ഹൈ കണ്ടോ, ഈ സ്വിങ് ഹൈൻ്റെ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവണം മാർക്കറ്റ്. എന്നിട്ട് ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഡൗണിലേക്ക് പോകണം. ഒരു MSS മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? മാർക്കറ്റ് ഡൗണിലേക്കാണ് മൂവ്മെൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മൂവ്മെൻറ്റാണ് മനസ്സിലായത്, നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. നമുക്ക് മേലെ നല്ല പ്രൈസ് നമുക്ക് വെക്കേണ്ടത്. നമുക്ക് സെൽ അറ്റ് ദ ഹൈ അല്ലേ. അപ്പോൾ നമ്മൾ സെൽ അറ്റ് ദ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വീണ്ടും റിവേഴ്സായി പോയിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്കൊരു എഫ് ഇ ജി ഉണ്ടാവും. കാരണം എഫ് ഇ ജി എന്ന് പറഞ്ഞാൽ എന്താ, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യണതിൻ്റെ ഒരു സിംറ്റംസ് അല്ല, ആ എൻ്റർ ചെയ്യണ സമയത്ത് ഫോം ചെയ്യണതാണ് എഫ് ഇ ജി ആയിട്ട് നമുക്ക് കാണുക മാർക്കറ്റിൽ. അത് മാർക്കറ്റ് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിൻ്റെ ഉള്ളിലുള്ള പെൻഡിങ് ഓർഡേഴ്സ് എടുത്തിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഇത് റിയൽ മാർക്കറ്റിൽ, റിയൽ ഗ്രാഫിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ അടുത്തതിൽ നോക്കാം. ഇത് നോക്കൂ, ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇത് സാധാരണ റിയൽ മാർക്കറ്റിലെ ഗ്രാഫാണ്. ഇതിൽ ഞാൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ അതിൽ വേണമെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ടല്ല, അങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ആ ഡയഗ്രത്തിൽ ആ ഒരു പാത്ത് വരച്ചില്ലേ, ആ പാത്തിൽ ഞാൻ വരച്ച പോലത്തെ മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കണം. നിങ്ങൾ ആ മാർക്കറ്റിൽ ആ ഒരു ഇത് വരണമെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം നിങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റും. നിങ്ങൾ കൂടുതൽ മാർക്കറ്റിൽ അതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിക്ക് അത് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഞാൻ അത് വരച്ചത് ഞാൻ കാണിച്ചു തരാം, ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിലെ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യണം. സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അവിടത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഡൗണിൽ സ്വിങ് ലോ ഉണ്ടോ, ഈ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഡൗണിക്ക് വന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഡൗണിക്കാണെന്ന് മനസ്സിലായി. പിന്നെ വീണ്ടും നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ്
ആ ഒരു FVGൻ്റെ ഉള്ളിലേക്ക് കടന്നു, പിന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഈ സാധനം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ കണ്ണിക്ക് ഈ സാധനം കാണാൻ പറ്റുള്ളൂ റിയൽ മാർക്കറ്റിൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം, പിന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ബൈ.